ഇന്ന് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം സംസാരിക്കാനാണ് വന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും ചെയിൻ സർവേ പാസ്സാകാത്ത ഉദ്യോഗസ്ഥരാണ് തുടരുന്നത്. മുമ്പ് ജോലി ചെയ്തവരൊക്കെ സർവേയും എയർ സർവേയും പാസ്സായി 9 പേപ്പറുകൾ എല്ലാം പാസ്സായിട്ട് ആണ് വില്ലേജ് ഓഫീസർ ജോലിയിൽ ഉണ്ടായിരുന്നത്. വില്ലേജ് ഓഫീസറും വില്ലേജ് അസിസ്റ്റൻറ്റും ആകണമെങ്കിൽ സർവേ പാസ്സാകേണ്ടത് നിർബന്ധമാണ്. സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും ചെയിൻ സർവേ പാസ്സാകാത്ത ഉദ്യോഗസ്ഥരെ ആ തസ്തികയിൽ നിന്നും മാറ്റി അവരെ ചെയിൻ സർവേക്ക് പറഞ്ഞു വിടുകയും പാസ്സാകാത്തവരെ കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും ക്ലർക്കായിട്ട് നിയമിക്കേണ്ടതാണ്. കൂടാതെ വില്ലേജ് മാൻ തസ്തികകളിൽ സൈക്കിൾ അറിയാത്തവരെ അടിയന്തരമായി മാറ്റി താലൂക്ക് ഓഫീസിൽ നിയമിക്കേണ്ടതാണ്. വില്ലേജ് ഓഫീസുകളിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ ജോലി ചെയ്യുന്നവർ വില്ലേജ് ഓഫീസുകളിൽ ഇരുന്ന് വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ ജോലിയും വില്ലേജ് ഓഫീസർ പറയുന്ന പോലെ ഇവർ പൊതുജനങ്ങളോട് സംസാരിക്കുകയാണ്. പ്രത്യേകിച്ചും പാലക്കാട്, തിരുമിറ്റക്കോട്, കറുകപ്പുത്തൂർ മിക്ക വില്ലേജുകളിലും ഈ സ്ഥിതിയാണ് തുടരുന്നത്. തിരുമിറ്റക്കോട് 2 വില്ലേജാണ് എടുത്തു പറയേണ്ടത്. യാതൊരു വില്ലേജിലെ സർട്ടിഫിക്കറ്റ് കുറിച്ച് യാതൊരു മാനദണ്ഡം അറിയാതെ സംസാരിക്കുന്ന ഒരു വിഭാഗം ക്ലർക്കുമാരും വില്ലേജ് അസിസ്റ്റന്മാരാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ തുടരുന്നത്. അടിയന്തരമായി ഈ വില്ലേജ് അസിസ്റ്റന്മാരെ സർവേ പാസ്സാകാത്തവരും സ്ഥലം മാറ്റി കളക്ട്രേറ്റിലും താലൂക്ക് ഓഫീസിലും നിയമിച്ച് ചെയിൻ സർവേ പാസ്സായ ഉദ്യോഗസ്ഥരെ മാത്രം വില്ലേജ് ഓഫീസുകളിൽ നിയമിക്കുകയും 3 വർഷം കഴിഞ്ഞ എല്ലാ വില്ലേജ് ജീവനക്കാരെയും സ്ഥലം മാറ്റുന്നത് അടിയന്തരമായ കാര്യമാണ്. സ്ഥലം മാറ്റേണ്ടതാണ്. 3 വർഷം കഴിഞ്ഞ ഒരു വില്ലേജിൽ 3 വർഷമായിട്ട് തുടരുന്ന ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ പറയാനാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതാണ് ഇന്നത്തെ വിഷയം. കൂടാതെ വില്ലേജ് ജീവനക്കാരെ ഒപ്പിട്ടിട്ട് മുങ്ങുന്നുണ്ട്. വസ്തു അളക്കാനും മറ്റുമായിട്ട് വില്ലേജ് ജീവനക്കാർ മുങ്ങുന്നത് പാലക്കാട് ജില്ല പട്ടാമ്പി താലൂക്കിൽ എല്ലാ വില്ലേജുകളിലും മിക്ക വില്ലേജുകളിലും കാണാം. ഇവർ ഉച്ചവരെ ഫീൽഡിൽ പോയിട്ട് വസ്തു അളക്കലാണ് കാണുന്നത്. വില്ലേജിൽ ഉച്ച കഴിഞ്ഞ് വന്ന് ഇവർ മാത്രം ഇരിക്കുന്നതാണ് പ്രവണത. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷകർ ക്യൂ നിൽക്കുകയാണ്. യാതൊരു വിവരങ്ങളും പറഞ്ഞു കൊടുക്കുന്നുമില്ല. ഇത്തരം എല്ലാവരെയും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ അടിയന്തരമായി പെടുത്തി ഇത് നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിനായിട്ട് ഞാനിത് എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇത് ഷെയർ ചെയ്ത് ജനങ്ങളിൽ എത്തിക്കേണ്ടതാണ്. ഇത് ജനോപകാരമായ കാര്യമാണ് ഞാൻ പറയുന്നത്.